സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അവരുടെ പ്രവർത്തനങ്ങളും പൊതുജനങ്ങൾക്കുള്ള സേവനങ്ങളും സുതാര്യവും കാര്യക്ഷമവും വേഗത്തിലും നൽകുവാൻ ഇൻഫർമേഷൻ കേരള മിഷന്റെ പ്രവർത്തനങ്ങൾ വഴി സാധിക്കുന്നു. ഇതിനായി 16 പ്രധാന സോഫ്റ്റ്വെയർ സമുച്ചയങ്ങൾ IKM വികസിപ്പിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. ശക്തമായ കമ്പ്യൂട്ടർ ശൃംഖല, നിരന്തര പരിശീലനങ്ങൾ, തുടർച്ചയായ സാങ്കേതിക സഹായം എന്നിവ വഴി സുശക്തമായ സംവിധാനമാണ് IKM രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വികസന പദ്ധതികൾ തയ്യാറാക്കൽ, അംഗീകാരം, നിർവഹണം, പുരോഗതി വിലയിരുത്തൽ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ പൂർണ്ണമായും ഏകോപിപ്പിക്കുന്നതിനുള്ള സോഫ്റ്റ്വെയറാണ് സുലേഖ. ജനന, മരണ, വിവാഹ രജിസ്ട്രേഷൻ നടത്തുന്നതിനും സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കുന്നതിനുമുള്ള അതിവേഗ സേവനമാണ് സേവന സിവിൽ രജിസ്ട്രേഷൻ വഴി പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നത്. ഇന്റർനെറ്റിലൂടെ www.cr.lsgkerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ജനന മരണ സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ ലഭ്യമാണ്. ഈ സർട്ടിഫിക്കറ്റുകൾക്ക് ഇപ്പോൾ നിയമസാധുതയുമുണ്ട്. ജനന മരണ വിവരങ്ങൾ ആശുപത്രികളിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇലക്ട്രോണിക് രൂപത്തിൽ കൈമാറുന്ന ഹോസ്പിറ്റൽ കിയോസ്ക് സംവിധാനം ഇന്ന് കേരളത്തിലെ 426 ഹോസ്പിറ്റലുകളിൽ പ്രവർത്തിക്കുന്നു. കേരളത്തിലെ ജനന മരണ വിവരങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് കാണുവാനുള്ള രജിസ്ട്രേഷൻ ക്ലോക്ക് പൊതുവായും തദ്ദേശ സ്ഥാപനം തിരിച്ചും സേവന വെബ്സൈറ്റിൽ ലഭ്യമാണ്. സേവന പെൻഷൻ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ ഇലക്ട്രോണിക് മണി ഓർഡർ മുഖേന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കാലതാമസമില്ലാതെ വിതരണത്തിന് സജ്ജമാക്കുവാൻ കഴിയുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ ക്രോഡീകരിച്ച അക്കൗണ്ടിംഗ് സംവിധാനമാണ് അക്രൂവൽ അടിസ്ഥാനമാക്കിയ ഡബിൾ എൻട്രി ഉപയോഗപ്പെടുത്തിയ സാഖ്യ സോഫ്റ്റ്വെയർ വഴി IKM സാധിച്ചിരിക്കുന്നത്. ഈ വിവരങ്ങൾ www.finance.lsgkerala.gov.in വെബ്സൈറ്റിൽ ലഭ്യവുമാണ്. 2011-12 സാമ്പത്തിക വർഷം അക്രൂവൽ അടിസ്ഥാനമാക്കിയ ഡബിൾ എൻട്രി സംവിധാനം പൂർണ്ണമായും നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയായി കാസർഗോഡ് മാറി. ഈ സാമ്പത്തിക വർഷം സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളും ഡബിൾ എൻട്രി സംവിധാനത്തിലേക്ക് മാറിക്കൊണ്ട് ഇന്ത്യക്ക് കേരളം മറ്റൊരു മാതൃകയാവുകയാണ്. വസ്തുനികുതി, തൊഴിൽ നികുതി തുടങ്ങിയ റവന്യൂ സംബന്ധിച്ച കാര്യങ്ങളും ലൈസൻസുകൾ, സ്ഥാപനങ്ങൾക്കുള്ള രജിസ്ട്രേഷനുകൾ തുടങ്ങിയവയും നിർവഹിക്കുന്നതിനുള്ള സോഫ്റ്റ്വെയറാണ് സഞ്ജയ. വസ്തുനികുതി വിവരങ്ങൾ കാണുന്നതിനും പേയ്മെന്റ് നടത്തുന്നതിനും ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിനും www.tax.lsgkerala.gov.in എന്ന പോർട്ടൽ വഴി കഴിയും. പൊതുമരാമത്ത് പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും തയ്യാറാക്കുന്നതിനുള്ള സോഫ്റ്റ്വെയറാണ് സുഗമ. കൗൺസിലുകളുടെ യോഗ തീരുമാനങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ രേഖപ്പെടുത്തുവാനും തുടർ നടപടികൾ മോണിറ്റർ ചെയ്യുവാനും സകർമ്മ എന്ന സോഫ്റ്റ്വെയർ വഴി സാധിക്കുന്നു. കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാനും തീരുമാനമെടുക്കാനും സങ്കേതം സോഫ്റ്റ്വെയർ വഴി സാധിക്കുന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഫ്രണ്ട് ഓഫീസ് സംവിധാനം വഴി ലഭിക്കുന്ന ഫയലുകളുടെ നീക്കങ്ങൾ മോണിറ്റർ ചെയ്യുന്നതിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറാണ് സൂചിക. ഫയലുകളുടെ തൽസ്ഥിതി വെബ്സൈറ്റ് വഴിയും SMS വഴിയും ലഭ്യമാക്കാൻ സൂചിക വഴി സാധിക്കും. ജീവനക്കാരുടെ ശമ്പള ബിൽ തയ്യാറാക്കുന്നതിനും അനുബന്ധ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനും സ്ഥാപന സോഫ്റ്റ്വെയറിലൂടെ സാധിക്കുന്നു. ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിനായി സ്ഥാപന PF ആപ്ലിക്കേഷനും പ്രത്യേകമായുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭൂപടങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് GIS സംവിധാനം വഴി തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയറാണ് സചിത്ര. സ്ഥാപനങ്ങളുടെ ആസ്തി രജിസ്റ്റർ തയ്യാറാക്കുന്നതിന് സചിത്ര അസറ്റ് സോഫ്റ്റ്വെയർ വഴി സാധിക്കുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് www.lsg.kerala.gov.in, മലയാളത്തിലെ ഏറ്റവും വലിയ സർക്കാർ വെബ്സൈറ്റ് സംവേദിത ആപ്ലിക്കേഷൻ വഴി ഇൻഫർമേഷൻ കേരള മിഷനാണ് പരിപാലിക്കുന്നത്. ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ചെടുത്ത് വിന്യസിക്കുന്ന സോഫ്റ്റ്വെയറുകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നതിന് തുടർച്ചയായ പരിശീലനവും നിരന്തര സാങ്കേതിക പിന്തുണയും നൽകി വരുന്നു. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ഭരണത്തലവന്മാർ എന്നിവർ ഉൾപ്പെടെ 34,000 പേർക്ക് IKM ഇതിനോടകം തന്നെ വിശദമായ പരിശീലനം നൽകിക്കഴിഞ്ഞു. പൊതുജനങ്ങൾക്കാവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും പണമിടപാടുകൾ നടത്തുന്നതിനുമുള്ള ആധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടർവൽകൃത കൗണ്ടർ സംവിധാനമായ
ജനസേവന കേന്ദ്രങ്ങൾ IKMന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. IKM വിന്യസിച്ച സോഫ്റ്റ്വെയറുകൾ വഴി കമ്പ്യൂട്ടർവൽക്കരണത്തിന്റെ ഓരോ ഘട്ടത്തിലും ക്രോഡീകരിക്കപ്പെടുന്ന വിവരങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന സംസ്ഥാനത്ത് ലഭ്യമായ ഏറ്റവും വലിയ ഡേറ്റാബേസാണ്. മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും കമ്പ്യൂട്ടർ ശൃംഖലയിൽ കോർത്തിണക്കിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനം എന്ന പദവി കേരളത്തിന് നേടിയെടുക്കാൻ IKMന്റെ പ്രവർത്തനങ്ങൾ വഴി കഴിഞ്ഞു. കൂടാതെ നിരവധി പുരസ്കാരങ്ങളും IKMന് ലഭിച്ചിട്ടുണ്ട്. IKM വഴി വിന്യസിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ സംബന്ധമായ സംശയ നിവാരണത്തിനായി 32 ചാനലുകൾ ഉള്ള ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി ഈ വർഷം മുതൽ www.plan.lsgkerala.gov.in എന്ന വെബ്സൈറ്റ് വഴി പദ്ധതി വിവരങ്ങൾ ഓൺലൈനായാണ് രേഖപ്പെടുത്തുന്നതും അനുമതി നൽകുന്നതും. 20,000 ഉപയോക്താക്കളുടെ ലോഗിൻ ID വഴി 2 ലക്ഷത്തോളം വികസന പ്രോജക്റ്റുകൾ ഈ വർഷം സുലേഖയിൽ പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് അഥവാ VPN അധിഷ്ഠിത ബ്രോഡ്ബാൻഡ് ശൃംഖല BSNLന്റെ സഹായത്തോടെ IKM സ്ഥാപിച്ചിട്ടുണ്ട്. എത്ര വലിയ ഡേറ്റയും കൂടിയ വേഗത്തിൽ കൈമാറാൻ കഴിയുന്ന ഇത്തരമൊരു ഡിജിറ്റൽ സൂപ്പർ ഹൈവേ കേരളത്തിന് പുതുമയുള്ള അനുഭവമാണ്.